ഹായ് വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത് വെച്ചാൽ മലയാളത്തിലുള്ള ഒരു സ്റ്റോറി നമുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടേതായ രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മലയാളത്തിലാണ്, ഇംഗ്ലീഷിലല്ല. അതൊക്കെ നമുക്ക് എങ്ങനെ ക്യാൻവയിൽ നമുക്ക് ഒരു പുസ്തകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ മലയാളത്തിൽ ചെയ്ത ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ കാണിച്ചിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോറി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇത് ക്യാൻവയിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മൾ മുമ്പ് ചെയ്ത ഫയല് തൽക്കാലം എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഫയൽ എടുക്കുക മീൻസ് അതിന്റെ കോപ്പി നേരത്തെ ചെയ്ത് വെച്ച ഫയലാണ്. അപ്പൊ അതിന്റെ ഞാൻ മെയ്ക്ക് എ കോപ്പി കൊടുക്കണം. മെയ്ക്ക് എ കോപ്പി കൊടുത്തിട്ട് നമുക്ക് അതിൽ നമുക്ക് ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തൽക്കാലം അതിന്റെ പേജും കണ്ടന്റുകളൊക്കെ മാറ്റണമല്ലോ. അതൊക്കെ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഞാനത് മാറ്റുകയാണ്. ഒറ്റ പേജ് മാത്രം വെച്ച് ബാക്കിയെല്ലാം മാറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ChatGPT പോയിട്ട് നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാൻ നോക്കാം. ക്രിയേറ്റ് എ മലയാളം സ്റ്റോറി എന്ന് കൊടുത്തു. അതിലാവുന്നില്ലെങ്കിൽ ജെമിനി പോയിട്ട് ഉണ്ടാക്കണം. ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. തൽക്കാലം എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. തൽക്കാലം ഞാനൊരു പുതിയ സ്റ്റോറി ഉണ്ടാക്കാണ്. ക്രിയേറ്റ് എ മലയാളം സ്റ്റോറി. മലയാളം സ്റ്റോറി ഫോർ കിഡ്സ് എന്ന് കൊടുക്കുന്നു കേട്ടോ. എന്താ നോക്കാം എന്താണ് വരുന്നത്. ഓക്കെ, ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറുപ്പമാര് കുട്ടി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് എലാബറേറ്റ് ഇറ്റ്. മേക്ക് ഇറ്റ് ബിഗ് സ്റ്റോറി. ഒരു ബിഗ് സ്റ്റോറി ആക്കാൻ പറയാം നമുക്ക്. ഓക്കെ, നമുക്കൊരു ബിഗ് സ്റ്റോറി ആക്കാൻ പറയുന്നു കേട്ടോ. ഇത് ആയി വരുന്നില്ല. നമുക്ക് ജെമിനി പോയി നോക്കാം. ജെമിനിയിൽ പുതിയൊരു സംഗതി നോക്കാം. നമുക്ക് അതേ ഒരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. ജെമിനി പോയിട്ട് നല്ല സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, മലയാള സ്റ്റോറി ഉണ്ടാക്കുന്നുണ്ട്. ബുദ്ധിമാനായ ആമയും അഹങ്കാരിയായ മുയലും, ഒരു പുതിയ പാഠം. ഓക്കെ, നല്ല സ്റ്റോറി ഒക്കെ തുടങ്ങുന്നുണ്ട്. ക്രിയേറ്റ് അനദർ സ്റ്റോറി ഫോർ എന്താണ് ക്ലാസ് 10 സ്റ്റുഡൻസ്. ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് 10 സ്റ്റുഡൻസിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു കഥ കൊടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് കഥ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറെ സബ് ഹെഡിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം. നമുക്ക് റിമൂവ് സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് ഒക്കെ മാറ്റിയിട്ടുള്ള ഒരു കഥ നേരത്തെ തരാൻ പറയാം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നല്ലൊരു കഥ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താക്കുന്നു, നമുക്കൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ നിഴലുകൾക്ക് അപ്പുറം എന്നാണ് അതിന്റെ സ്റ്റോറിയുടെ പേര്. നമുക്ക് ആ സ്റ്റോറി നമുക്ക് നേരെ എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡോക്സിൽ കൊണ്ടുപോയി വെക്കണം. ഡോക്സിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഡോക്സിൽ കൊണ്ടുപോയിട്ട് ഞാന്. അപ്പൊ അതിൽ നമുക്ക് നമ്മളെ സ്റ്റോറിയുടെ ഹെഡിങ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഴലുകൾക്കപ്പുറം എന്നാണ് ഹെഡിങ്ങിന്റെ പേര്. ഓക്കെ, നിഴലുകൾക്കപ്പുറം എന്നുള്ളതാണ് ടൈറ്റില് ഒക്കെ കൊടുത്തല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ മലയാളത്തിൽ ഇത് ചെയ്യാമെന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്താ വെച്ചാല് മലയാളത്തിൽ നേരെ നമുക്ക് ഈ ഫോണ്ടുകൾ മാറാൻ പ്രയാസമാണെന്നുള്ളതാണ് ഒരു പ്രയാസമുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹെഡിങ് ഒന്ന് കൊടുത്തു നോക്കാം. ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് മാറ്റം വരുന്നുണ്ട് നോക്കാം കേട്ടോ. വന്നല്ലോ അല്ലെ, വന്നു. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ മാറുന്ന പോലെ എന്താവില്ല, ഇതില് മാറാൻ എനിക്ക് അല്പം പ്രയാസമാണ്. ഇതിൽ നമ്മൾ വ്യത്യസ്തമായ ഫോണ്ടുകളൊക്കെ ഓൾറെഡി ഉണ്ട്. പ്രോ വേർഷനിൽ ഒരുപാട് മലയാളത്തിന്റെ ഫോണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ മാറുന്നുണ്ടാവില്ല. നോക്കണേ, മാറുന്നില്ലല്ലോ. ഇല്ല, ഇല്ല. ഇനി അതെങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ട വഴി എന്താണെന്ന് വെച്ചാല്
നമുക്ക് കുറ്റി പെൻസിൽ എന്ന സംവിധാനമുണ്ട്. കുറ്റി പെൻസിൽ. കുറ്റി പെൻസിൽ എന്നതിലേക്ക് പോവുക. ഇതാ വന്നിട്ടുണ്ട് കുറ്റി പെൻസിൽ. അതിലേക്ക് പോവുക. അതിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ കീബോർഡിന്റെ പിക്ചർ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഹെഡിങ് അല്ലേ? അത് ടൈപ്പ് ചെയ്ത് കൊടുത്തല്ലോ. ആ കൺവേർട്ട് കൊടുക്കുക. കൺവേർട്ടിൽ ടു കോപ്പി ടു XML സീരീസ് ഉണ്ടാവും. അപ്പോൾ അത് കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. ആ കോപ്പി ചെയ്ത് വന്നിട്ട് നേരെ ഇതിലേക്ക് നമ്മൾ വെക്കുന്നു. നോക്കാം നമുക്ക് എന്തായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ ഫോണ്ട് മാറുന്നുണ്ടോ? ഇപ്പൊ ഫോണ്ട് മാറുന്നത് നിങ്ങൾക്ക്? യെസ്, ഇപ്പൊ ഫോണ്ട് മാറുന്നുണ്ട്. യെസ്, ഇങ്ങനെയാണ് ഫോണ്ട് മാറലുണ്ടാവുക. കുറ്റി പെൻസിൽ എന്ന് പറയുന്ന തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ഇവിടെ നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? മാറ്റങ്ങൾ വരുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വ്യത്യസ്തമായ ഫോണ്ടുകൾ കേട്ടോ. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ഫോണ്ടിൽ എന്താകുന്നു ഉറപ്പിച്ച് അതിന്റെ ബാക്കി ചെയ്യാണ് കേട്ടോ. നിഴലുകൾക്ക് അപ്പുറം എന്നുള്ള രീതിയിൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കണ്ടന്റുകൾ എന്താക്കണം? നമുക്ക് എടുക്കണം അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സംഗതി ഞാൻ ചെയ്യാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതല്ല, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറ്റി പെൻസിൽ പോകുന്നു. നമുക്ക് വേണ്ട ഭാഗം നമ്മൾ കോപ്പി ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഫുൾ കൊടുക്കാം കേട്ടോ. സ്റ്റോറി ഫുള്ള് കൊടുക്കാം. ഒറ്റ തവണ ചെയ്താൽ മതി. എന്താ പിന്നെ എല്ലാം ഒരുമിച്ച് കിട്ടും. ഓക്കെ, എല്ലാം നമ്മൾ കൊടുത്ത് കുറ്റി പെൻസിൽ കൊണ്ടുപോയിട്ട് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്തു. ഒരുമിച്ച് നമുക്കതിപ്പം കൺവേർട്ട് ചെയ്ത് കിട്ടും. യെസ്, കൺവേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതേ മതി, വേണ്ടത് ഇങ്ങനെ കോപ്പി ചെയ്തെടുത്താൽ മതി. ഞാനതെടുത്തു. കോപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തോ ഒരു സംഗതി വന്ന് കിടക്കുന്ന കാണാം. നമ്മൾ കോപ്പി സാൻസ് ഇവിടെ പോകുന്നു. നമ്മൾ നല്ലൊരു ഫോണ്ട് എന്താ എടുത്തിട്ട് അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് വരും. കണ്ടില്ലേ? ഫോണ്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു നല്ല വൃത്തിയിൽ ഫോണ്ട് നമുക്കിത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ല? യെസ്, ഇതാണ് നമുക്ക് അതിലേക്ക് ആയിട്ടുള്ളൊരു ഫോണ്ട് വന്നു കഴിഞ്ഞു. ടൈറ്റിലായി. ടൈറ്റിലിന് താഴെ നമുക്ക് പേജിലേക്കുള്ള കണ്ടന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പിക്ചർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ജെമിനിയോട് പറഞ്ഞാൽ ജെമിനി ഉണ്ടാക്കി തരും. എന്താണ്, നമുക്ക് ജെമിനിയോട് പറഞ്ഞു നോക്കാം. ക്രിയേറ്റ് എന്താണ് ഇല്ലുസ്ട്രേറ്റഡ് പിക്ചർ എന്ന് കൊടുത്തു നോക്കാം. ഇല്ലുസ്ട്രേറ്റഡ് കളർ പെൻസിൽ പിക്ചർ ഫോർ ദിസ് സ്റ്റോറി എന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ഉണ്ടാക്കി തരും നമുക്ക് വരും കേട്ടോ. നോക്കാം, നമുക്ക് ഒരു പിക്ചർ ഉണ്ടാക്കി തരുന്നുണ്ട്. അത് നമുക്ക് ആ പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യണം. ജെമിനി ജനറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പം നെറ്റ്വർക്കിനനുസരിച്ച് സ്പീഡായി കിട്ടുകയൊക്കെ ചെയ്യും. നോക്കാം നമുക്ക് എന്തായാലും. യെസ്, ഇതില് എന്താണ് ടെക്സ്റ്റുകളും ഒക്കെ ഉണ്ട്. ആ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ പറയാം. റിമൂവ് ഓൾ ടെക്സ്റ്റ് ആൻഡ് ബോർഡർ ഫ്രം ദിസ് ഇമേജ്. ഈ ഇമേജിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോർഡേഴ്സും ഇതൊക്കെ നീക്കാൻ പറയാം. ബോർഡേഴ്സും ടെക്സ്റ്റുകളൊക്കെ നീക്കാൻ പറയാം. നോക്കാം നമുക്ക് വരുമോ ഇല്ല എന്നുള്ളത്. ജെമിനി ആകുമ്പോൾ കുറെ നേരം പറയണം, എന്നാലേ ചിലപ്പോൾ ഇത് ചെയ്യുള്ളൂ. ചിലപ്പോൾ അത് പെട്ടെന്ന് ചെയ്യും. നോക്കാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്നുള്ളത്.
ആയി വരുന്നുണ്ട് എന്ന് തോന്നാം നമുക്ക്. എന്തായാലും നമുക്ക് ഇനി ബാക്കി ഭാഗം നമുക്ക് അത് ജനറേറ്റ് ചെയ്തോട്ടെ. നമുക്ക് ഇവിടെ ഒരു പിക്ചർ കയറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടി ഫ്രെയിമൊക്കെ നമുക്ക് ഇവിടെ ഓർഡർ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രെയിം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഫ്രെയിമിലേക്ക് വേണ്ട പിക്ചർ നമുക്ക് പിന്നീട് ആഡ് ആയി നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇവിടെ നമുക്കൊരു അതുമായി ബന്ധപ്പെട്ടൊരു പിക്ചർ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് പിന്നെ എന്താണ് അടുത്ത ഭാഗം, നെക്സ്റ്റ് ഭാഗം നമുക്ക് ചെയ്യേണ്ടതാണല്ലോ. അത് നമുക്ക് ഇനി ഇങ്ങനെ എന്താക്കിയാൽ മതി, ഇങ്ങനെ ഒരു പേജുകൾ നമ്മൾ എടുക്കുന്നു. എടുത്ത ശേഷം നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തും. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോ പേജുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മലയാളത്തിലുള്ളത് ഡിസൈൻ ചെയ്യാം. മലയാളത്തിലുള്ളത് ഡിസൈൻ ചെയ്ത് പിക്ചർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ആ പിക്ചറിൽ നമുക്ക് എന്താണ് അതൊക്കെ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ എഴുത്തുകളും അതൊക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാന്നല്ല കേട്ടോ. നമുക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അപ്ലോഡ് ഉണ്ട്. അപ്ലോഡ് പോയിട്ട് നമ്മൾ അപ്ലോഡ് ഫയൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽസ്, ആ ഫയൽ ഇവിടെ ഉണ്ട്, നമുക്കത് കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉണ്ടല്ലേ, ഇവിടെ അത് ആഡ് ചെയ്ത് വന്നു. ഇവിടെയാണല്ലോ നമുക്കത് ആഡ് ചെയ്യേണ്ടതല്ലേ. ഓക്കെ, അത് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രെയിമിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേജും നമുക്ക് ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റും. വേണ്ട പിക്ചേഴ്സ് ഒക്കെ നമുക്ക് കൊടുത്ത് അതിന്റെ സെക്കൻഡ് ഹാഫിന് വേണ്ട പിന്നെ പിക്ചർ തയ്യാറാക്കൂ, ലാസ്റ്റ് പാർട്ടിന് വേണ്ട ഇമേജ് തയ്യാറാക്കാൻ പറഞ്ഞാലൊക്കെ ഇതേപോലെ ഒരു ഇമേജ് സെറ്റാക്കി തരും. നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് നല്ലൊരു സ്റ്റോറി ബുക്ക് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് ഡിസൈൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഹെഡിങ്സുകൾ മനോഹരമാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഹെഡിങ്സുകൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹെഡിങ്സ് ഒക്കെ വെക്കാൻ കൂട്ടിക്കുക. ഈ ഒരു ഹെഡിങ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഹെഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹെഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡിങ്സ് ഒക്കെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു. പിന്നെ നമുക്ക് ഇതിന്റെ ബോർഡർ കുറച്ച് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ തൽക്കാലം വെച്ചത് മാത്രം, നിങ്ങൾക്ക് ഈ മാറ്റാം ഒക്കെ ചെയ്യാവുന്ന സാഹചര്യമുണ്ട്, അവസരങ്ങളുണ്ട്. ഇനി വേറെ ഒന്നാണത്, അതും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാമൊക്കെ ചെയ്യാം. തൽക്കാലം വെച്ചതാണത്. ഓക്കെ, കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്കിതൊരു ഹെഡിങ് ആയിട്ട് അത് കൊടുത്തതാണ്. അങ്ങനെ അവിടെ 1 കൊടുത്തു. ഇവിടെ നമുക്ക് ഇനി വേണമെങ്കിൽ 1 കൊടുക്കാം. സ്റ്റോറി 1 സ്റ്റോറി 1 ആയതുകൊണ്ട് നമുക്ക് ആ 1 എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ 1 ചേർക്കാം, ആഡ് 1 ചേർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡിസൈൻഡ് ആയി വരുന്നുണ്ട് അല്ലേ. ഒന്നാമത്തേത് നേടുകൾക്ക് അപ്പുറം എന്നുള്ളതാണ് നമ്മളത്. അപ്പൊ അത് വന്നിട്ടുണ്ട്, ചേർത്തു. കണ്ടില്ലേ, ഇപ്പം ഡിസൈൻഡ് ആയിട്ട് സിമ്പിൾ ഡിസൈൻ. ഇപ്പൊ നിങ്ങൾ ഇനി എത്രത്തോളം മെനക്കിടുന്ന അതിനനുസരിച്ച് ഓരോ പേജ് മനോഹരമാക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ പേജുകളും നമുക്ക് സ്റ്റോറികളും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഇതൊരു സ്റ്റോറി ബുക്കാണ്. ഇത് തന്നല്ല ആവശ്യമുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ഒരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ പിന്നെ വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ് പേജ് ആയിരിക്കും ഉണ്ടാവുക. വൈറ്റ് പേജ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് വേണ്ട സ്റ്റോറി ബുക്കൊക്കെ ആണ് നോർമലി നിങ്ങളുടെ ഒരു ലേഖനങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയാൽ മതി, പ്ലെയിൻ ആയിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ചെയ്ത് പോയാൽ മതി അല്ലേ. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി ബുക്കുകളും ലേഖനങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായി തയ്യാറാക്കിയിട്ട് നിങ്ങളുടേതായ ഒരു പുസ്തകങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ ആയി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പൊ എങ്ങനെയാ മലയാളത്തിലെ ഒരു പുസ്തകം എങ്ങനെ തയ്യാറാക്കാം എന്നൊരു ട്രിക്ക് നമ്മൾ ഇന്നത്തോടെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഇതിന്റെ ഇനി ഓരോ രീതികളും പുസ്തകം രചനയുമായി ബന്ധപ്പെട്ട പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് ഓരോയുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.